സ്കൂൾ വിദ്യാർത്ഥികളിൽ കായികക്ഷമതയും വ്യക്തിത്വ വികാസവും വളർത്തുന്നതിൽ ഫുട്ബോളിന് ഏറെ പ്രാധാന്യമുണ്ട്. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുന്നതിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ രാവണേശ്വരം പ്രദേശത്തെ കായിക സംഘടനകളും കായിക പ്രേമികളും ഏറെ മുന്നിലാണ്. ഫുട്ബോളിൽ ശാസ്ത്രീയമായ പരിശീലനം ഒരുക്കുന്നതിന് അനുകൂലമായ ഗ്രൗണ്ട് ഉണ്ടെങ്കിലും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും മറ്റും അഭാവം നിലനിന്നിരുന്നു. സ്കൂൾ PTA നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ സ്ഥിരമായ ഗോൾ പോസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ഗോൾ പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ് നിർവഹിച്ചു. ശാസ്ത്രീയമായി പഠിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ MLA ഫണ്ടിന്റെ ഭാഗമായി നമുക്ക് ഗ്രൗണ്ട് നവീകരണത്തിനുള്ള ചില ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിച്ചം വന്നിട്ടുള്ള പണം കുട്ടികളുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കുന്നത്. നിങ്ങൾ എല്ലാ വർഷവും കണ്ടിട്ടുണ്ടാവും, ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഗോൾ പോസ്റ്റാണ് നമ്മളെല്ലാ വർഷവും ഉണ്ടാക്കാറുള്ളത്. അതൊരു വർഷം കഴിയുമ്പോൾ അത് പോവും, അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതി. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം ഇന്നത്തോടു കൂടി അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇനിയും നമ്മുടെ സ്കൂളിന്റെ വളർച്ചയ്ക്ക്, കായിക വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള ഇടപെടൽ നമുക്ക് അനിവാര്യമാണ്. PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, അജാനൂർ പഞ്ചായത്ത് മെമ്പർ A. തമ്പാൻ, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീരേഖ, ശശി ചിരക്കൽ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രിയ സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA നേതൃത്വത്തിൽ നടന്നുവരുന്ന കായിക ക്യാമ്പുകളുടെ ഭാഗമായി ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും മത്സരങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.